അമേരിക്കയിലെ സാമ്പത്തിക പ്രതിസന്ധി മൂലം സർക്കാർ സേവനങ്ങൾ ഭാഗികമായി നിർത്തിവച്ചത് ഇപ്പോൾ 3-ാം ദിവസം പിന്നിടുമ്പോൾ US ബഹിരാകാശ ഏജൻസിയായ നാസ കൂടി അടച്ചുപൂട്ടുന്നു എന്ന വാർത്തയാണ് ശാസ്ത്രലോകത്തു നിന്നും പുറത്തുവരുന്നത്. വെള്ളിയാഴ്ച രാവിലെ ഒക്ടോബർ 3-ന് നാസ അവരുടെ വെബ്സൈറ്റിൽ കൊടുത്തിരിക്കുന്ന സന്ദേശം ഇങ്ങനെ പറയുന്നു: ഫെഡറൽ ഗവൺമെന്റ് ഫണ്ടിങ്ങിലെ വീഴ്ച കാരണം നാസ ഈ വെബ്സൈറ്റ് ഇനി അപ്ഡേറ്റ് ചെയ്യില്ല. പക്ഷേ നാസയിൽ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന പരമപ്രധാനമായ ചില ഗവേഷണങ്ങൾ പുറം ലോകം അറിയുന്നതിന് ഇത് കാലതാമസം വരുത്തുമെന്നതാണ് പ്രശ്നം. പ്രത്യേകിച്ച് നമ്മുടെ സൗരയൂഥത്തിന് പുറത്തുനിന്ന് വന്ന 3i അറ്റ്ലസ് പോലുള്ള അജ്ഞാത ബഹിരാകാശ വസ്തുക്കളെ സംബന്ധിക്കുന്ന വെളിപ്പെടുത്തലുകൾ. കാരണം ചിലർ വാൽനക്ഷത്രമായും മറ്റു ചിലർ ഒരു ഏലിയൻ പേടകമായും വ്യാഖ്യാനിക്കുന്ന 3i അറ്റ്ലസ് ചൊവ്വയ്ക്ക് ഏറ്റവും അടുത്തെത്തുന്ന ദിവസമായിരുന്നു ഒക്ടോബർ 3. മനുഷ്യർക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ളതിൽ വെച്ച് അതിന്റെ ഏറ്റവും വ്യക്തമായ ദൃശ്യം പകർത്താൻ ലഭിക്കുന്ന അവസരം. മാത്രമല്ല, മറ്റേത് ബഹിരാകാശ ഏജൻസികളുടെ ഓർബിറ്ററുകളെ അപേക്ഷിച്ചും നാസയുടെ മാർസ് റെക്കഗ്നൈസൻസ് ഓർബിറ്റർ ആയിരുന്നു സാങ്കേതിക മികവിൽ മുന്നിട്ടു നിൽക്കുന്നതും. എന്നാൽ അതേ ദിവസം തന്നെ നാസ അടച്ചുപൂട്ടി എന്ന വാർത്ത ഞെട്ടലോടെയാണ് ബഹിരാകാശ പ്രേമികൾ കേൾക്കുന്നത്. അമേരിക്കയുടെ പുതിയ സാമ്പത്തിക വർഷം തുടങ്ങുന്നത് ഒക്ടോബർ 1-നാണ്. അതിനു മുന്നോടിയായി സർക്കാർ ചിലവുകൾക്കുള്ള ധന അനുമതി ബില്ലിൽ പ്രസിഡന്റ് ഒപ്പുവെക്കണമെന്നതാണ് ചട്ടം. എന്നാൽ ഇത്തവണ അതുണ്ടായിട്ടില്ല. ട്രംപ് വെട്ടിക്കുറച്ച കുടിയേറ്റക്കാരുടെ മെഡിക്കൽ ആനുകൂല്യങ്ങൾ ഡെമോക്രാറ്റുകൾ പുനഃസ്ഥാപിക്കാൻ ശ്രമിച്ചതോടെ രൂപപ്പെട്ട തർക്കങ്ങളായിരുന്നു ഇതിന് കാരണം. കുടിയേറ്റക്കാർക്കും മെഡിക്കൽ ആനുകൂല്യങ്ങൾ അനുവദിക്കുന്നത് കൂടുതൽ ആളുകളെ അമേരിക്കയിലേക്ക് എത്താൻ പ്രേരിപ്പിക്കുമെന്നും അതിനാലാണ് കടുത്ത നടപടി എന്നുമാണ് ട്രംപിന്റെ നിലപാട്. തുടർന്നുണ്ടായ സാമ്പത്തിക അനിശ്ചിതാവസ്ഥ സർക്കാർ പ്രവർത്തനങ്ങളെയും ബാധിക്കുകയായിരുന്നു. ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ നാസ കൂടി അവരുടെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുന്നത്. 2026-ലെ നാസയുടെ ബജറ്റ് വെട്ടിക്കുറച്ചിട്ടുണ്ട്. കൂടാതെ ഏജൻസിയുടെ ഏകദേശം 32% തൊഴിലാളികളെയും പിരിച്ചുവിടാനുമാണ് നീക്കം. മെയ് മാസത്തോടെ ട്രംപ് നടത്തിയ ഈ പ്രഖ്യാപനത്തിൽ ശാസ്ത്ര സമൂഹം നേരത്തെ തന്നെ പ്രതിഷേധത്തിലായിരുന്നു. ഇത് ബഹിരാകാശ മത്സരത്തിന് നേതൃത്വം നൽകാനുള്ള അമേരിക്കയുടെ ശ്രമത്തെ ബാധിക്കുമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. അടുത്ത വർഷത്തെ നാസ ബജറ്റ് $24.8 ബില്യൺ നിന്ന് $18.8 ബില്യൺ കുറയ്ക്കുമെന്നാണ് ട്രംപ് പറഞ്ഞത്. ഇതുപ്രകാരം ശാസ്ത്ര പദ്ധതികൾക്ക് ബജറ്റിൽ 33% കുറവും നാസയുടെ പദ്ധതികളിൽ 47% കുറവുമാണ് ഉണ്ടാകാൻ സാധ്യത. അതിനിടയ്ക്കാണ് ഇപ്പോൾ നാസ ഷട്ട് ഡൗൺ ചെയ്തു എന്ന വാർത്ത കൂടി പുറത്തുവരുന്നത്. ബഹിരാകാശ യാത്രികരുടെയും ബഹിരാകാശ പേടകങ്ങളുടെയും സുരക്ഷ സംബന്ധിക്കുന്ന അത്യാവശ്യ പ്രവർത്തനങ്ങളല്ലാതെ മറ്റു വിക്ഷേപണ തയ്യാറെടുപ്പുകളോ പുതിയ ദൗത്യ രൂപകൽപ്പനയോ പൊതുജന സമ്പർക്കമോ ഒന്നും ഈ ഘട്ടത്തിൽ നടക്കില്ല. മാത്രമല്ല, നാസയുടെ വെബ്സൈറ്റിൽ പുതിയ അപ്ഡേഷനുകൾ വരുന്നത് വൈകാനും ഇത് കാരണമാക്കും. അതേസമയം ഒക്ടോബർ 3-നായിരുന്നു സൗരയുദ്ധത്തിലെത്തിയ അജ്ഞാത പറക്കുന്ന വസ്തുവായ 3i അറ്റ്ലസ് ചൊവ്വയിൽ നിന്നും 30 ദശലക്ഷം കിലോമീറ്റർ മാത്രം അകലെ എത്തുന്ന ദിവസം. അതുകൊണ്ട് തന്നെ ചൊവ്വയ്ക്ക് മുകളിൽ ഓർബിറ്റർ ഉള്ള എല്ലാ ബഹിരാകാശ ഏജൻസികളും മറ്റു തിരക്കുകൾ മാറ്റിവെച്ച് ചൊവ്വ ഓർബിറ്ററുകൾക്ക് 3i അറ്റ്ലസിലേക്ക് തന്നെ ശ്രദ്ധ കൊടുത്തിരിക്കുകയാണ്. യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെ മാർസ് എക്സ്പ്രസ്, എക്സോ മാർസ് ട്രേസ് ഗ്യാസ് ഓർബിറ്ററുകൾ, നാസയുടെ മാർസ് റെക്കഗ്നൈസൻസ് ഓർബിറ്റർ, ചൈനയുടെ ടിയാൻവെൻ-1 മിഷൻ ഓർബിറ്റർ തുടങ്ങിയവയാണവ. ജൂലൈ 1-നായിരുന്നു ചിലിയിലെ ആസ്ട്രോയിഡ് ടെറസ്ട്രിയൽ ഇംപാക്ട് ലാസ്റ്റ് അലേർട്ട് സിസ്റ്റം സർവേ ദൂരദർശിനി 3i അറ്റ്ലസിനെ നമ്മുടെ സൗരയുദ്ധത്തിനുള്ളിൽ ആദ്യമായി കണ്ടെത്തിയത്. 24 മണിക്കൂറിനുള്ളിൽ തന്നെ ശാസ്ത്രലോകം അതൊരു നക്ഷത്രാന്തര വസ്തുവാണെന്ന് സ്ഥിരീകരിച്ചു. തുടർന്ന് നടത്തിയ നിരീക്ഷണങ്ങൾ ഇത് ഐസ്, വാതകം, പൊടി എന്നിവ മേഘത്താൽ ചുറ്റപ്പെട്ട് രൂപം കൊണ്ട ഒരു വലിയ വാൽനക്ഷത്രമാണെന്നും 15 മൈൽ വരെ വ്യാസമുള്ളതാണെന്നും തിരിച്ചറിഞ്ഞു. അതെവിടെ നിന്നാണ് ഉത്ഭവിച്ചത് എന്നറിയാൻ വേണ്ടി ഒരു കമ്പ്യൂട്ടർ മോഡലും ശാസ്ത്രജ്ഞർ ഉപയോഗിച്ചു. അങ്ങനെ 3i അറ്റ്ലസ് നമ്മുടെ സൗരയുദ്ധത്തെക്കാൾ 3 ബില്യൺ വർഷം വരെ പഴക്കമുള്ളതാകാം എന്ന് ശാസ്ത്രജ്ഞർ കണ്ടെത്തി. എന്നാൽ ജൂലൈ 16-ന് പ്രീപ്രിന്റ് സെർവറായ ആർക്കൈവിൽ അപ്ലോഡ് ചെയ്ത ഒരു പ്രബന്ധത്തിൽ ഈ വാൽനക്ഷത്രം യഥാർത്ഥത്തിൽ വികസിതവും ആക്രമണാത്മകവുമായ ഒരു അന്യഗ്രഹ നാഗരികത അയച്ച സാങ്കേതിക വിദ്യയുടെ ഏതെങ്കിലും രൂപമാണോ എന്ന് അവിലോബ് അടങ്ങുന്ന 3 ഗവേഷകർ ചോദ്യം ചെയ്തു.
പക്ഷേ ഈ പ്രബന്ധത്തെ മറ്റു ശാസ്ത്രജ്ഞർ ഒരു തോട്ട് എക്സ്പെരിമെന്റ് എന്നാണ് വിശേഷിപ്പിച്ചത്. കാരണം റിപ്പോർട്ടിൽ 3i അറ്റ്ലസിനെ ബന്ധപ്പെടുത്തി വാദിക്കുന്ന അന്യഗ്രഹ ജീവികളുടെ പങ്കാളിത്തത്തിന് വ്യക്തമായ തെളിവുകളൊന്നും നൽകാതെ പകരം അവർ വാൽനക്ഷത്രത്തിന്റെ അസാധാരണ സ്വഭാവ സവിശേഷതകൾ ചൂണ്ടിക്കാണിക്കുക മാത്രമായിരുന്നു ചെയ്തത്. അതിനാൽ ഇതുവരെയുള്ള നിഗമനത്തിൽ നിന്നും അതൊരു വാൽനക്ഷത്രം തന്നെയാണെന്നാണ് പൊതുവെ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത്. അതേസമയം 3i അറ്റ്ലസിനെ നിരീക്ഷിക്കുന്ന ഓർബിറ്ററുകളിൽ മറ്റുള്ളവയെ അപേക്ഷിച്ച് നാസയുടെ മാർസ് റെക്കണൈസൻസ് ഓർബിറ്ററിനുള്ള ചില സവിശേഷതകൾ ഇവയാണ്. ഹിറൈസ് ക്യാമറയാണ് മാർസ് റെക്കണൈസൻസ് ഓർബിറ്ററിനുള്ളത്. വാൽനക്ഷത്രത്തോട് 3i അറ്റ്ലസിനുള്ള സാമ്യം കാരണം ഇതുവരെയുള്ളതിൽ വച്ച് ഏറ്റവും വ്യക്തമായ ചിത്രങ്ങൾ പകർത്താൻ ഇതുമൂലം കഴിയും. ഹിറൈസ് ക്യാമറയിൽ 1/2 മീറ്റർ വരുന്ന മിററും ഇൻഫ്രാറെഡ് തരംഗ ദൈർഘ്യത്തിന് ദൃശ്യമാകുന്ന 14 ഡിറ്റക്ടറുകളുമുണ്ട്. എന്നാൽ നിലവിൽ ചൊവ്വയ്ക്കരികിലെത്തിയ 3i അറ്റ്ലസ് സൂര്യന് പിന്നിൽ പോയി ഭൂമിയിൽ നിന്ന് അദൃശ്യമാകുന്ന ഒരു ഘട്ടമാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത്. അങ്ങനെ നമ്മുടെ കാഴ്ചയിൽ നിന്ന് അപ്രത്യക്ഷമായ ശേഷം 3i അറ്റ്ലസ് സൂര്യന്റെ ഗുരുത്വാകർഷണം ഉപയോഗിച്ച് വീണ്ടും നമുക്ക് ദൃശ്യമാകുന്ന പരിധിയിലേക്കെത്താം. എന്നാൽ അത് മനുഷ്യനെ അന്വേഷിക്കുന്ന ഒരു അന്യഗ്രഹ സാങ്കേതിക വിദ്യയാണെങ്കിൽ സൂര്യന് പിന്നിലേക്ക് മറയുന്ന സമയം ഉപയോഗിച്ച് അതിന്റെ പദ്ധതി നടപ്പിലാക്കാൻ അത് വീണ്ടും ഭൂമിയെ നിരീക്ഷിക്കാൻ എത്തുമെന്ന് ഹാർവാർഡ് ജ്യോതിശാസ്ത്രജ്ഞനായ അവി ലോബ് ഒരു യൂട്യൂബ് ഷോയായ ബ്രേക്ക് ഡൗണിൽ സംസാരിക്കവേ പറഞ്ഞിരുന്നു.